മെത്തിപ്പോയി പിണറായി വിജയൻ സാറിന്റെ കുറിപ്പ് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറിപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. പിണറായി വിജയൻ സാർ ഇതാ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. ഞാൻ ആലോചിച്ചു, കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ. എന്താണെന്നോ ഇത് ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. അതെ, സഹിക്കാവുന്നതിൽ അപ്പുറം ആയില്ലേ. ചിലയിടത്താണ്ട് സെൻസസ്, ചിലയിടത്താണ്ട് NRC നടപ്പിലാക്കാൻ പോവാന്ന് പറയുന്നത്. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? സഹിക്കാവുന്നതിൽ അപ്പുറം ആയില്ലേ. പ്രതികരിച്ചൂടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിണറായി വിജയൻ സാറിന്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഈ സെൻസസ് നടപ്പിലാക്കുമ്പോഴത്തേക്കും ചില ആൾക്കാരൊക്കെ ഇവിടുന്ന് നാട് കടത്താൻ സാധ്യതയുണ്ട്. ആ വഴി ചിലപ്പോൾ ചില ആൾക്കാരുടെ വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ടല്ലോ. പക്ഷെ പിണറായി വിജയൻ സാർ ആ ഒരു അർത്ഥത്തിൽ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്നുള്ള ഭയത്തിൽ പോസ്റ്റ് ഇട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ചുമ്മാ എൻ്റെ ഒരു സംശയം, ശ്രദ്ധിക്കൂ, വേറെ ഒരു സംശയം മാത്രമാണ്. അപ്പോൾ ആ നിലയ്ക്ക് എടുത്താൽ മതി. നമുക്ക് എന്തായാലും പിണറായി വിജയൻ സാറിൻ്റെ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു കളയാം. അപ്പോൾ പോസ്റ്റ് ഇങ്ങനെയാണ്: അതിർത്തി സംസ്ഥാനങ്ങളിൽ അസ്വാഭാവിക ജനസംഖ്യാ വ്യത്യാസമുണ്ടെന്നും അതിന് കാരണം നുഴഞ്ഞുകയറ്റമാണെന്നുമുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന സമൂഹത്തിൽ വിദ്വേഷം വമിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ്. കഴിഞ്ഞ ദിവസം നടന്ന അതിർത്തി ജില്ലകളിലെ SP-മാരുടെ കോൺഫറൻസിലാണ് ആഭ്യന്തരമന്ത്രി ഈ പ്രസ്താവന നടത്തിയത്. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ജനസംഖ്യാ വ്യതിയാന സമിതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേർന്നിട്ടുള്ളത്. ആസാം, ബംഗാൾ, ബീഹാർ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളെ വിഭജിക്കാനും അപരവൽക്കരിക്കാനുമുള്ള സംഘപരിവാറിന്റെ ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായാണ് ജനസംഖ്യാ വ്യതിയാന മിഷൻ ഉൾപ്പെടെയുള്ള ഇത്തരം നീക്കങ്ങൾ. പൗരത്വ ഭേദഗതി നിയമം CAA നടപ്പിലാക്കുന്നതിനെതിരെ രാജ്യത്തുടനീളം വലിയ ജനകീയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ പുതിയ ജനസംഖ്യാ വ്യതിയാന സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതിർത്തി സംസ്ഥാനങ്ങളിൽ അസ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുണ്ടെന്ന് ഈ സമിതിയെ കൊണ്ട് സ്ഥാപിച്ച് അതിലൂടെ പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ, നമ്മുടെ NRC തുടങ്ങിയ വിഭജന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെ ന്യായീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. നുഴഞ്ഞുകയറ്റമെന്ന വ്യാജഭീതി ബോധപൂർവം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ സംഘപരിവാറിന്റെ താല്പര്യങ്ങളാണെന്ന് വ്യക്തമാണ്. ശ്രദ്ധിക്കൂ, നുഴഞ്ഞുകയറ്റമെന്ന വ്യാജഭീതി, നുഴഞ്ഞുകയറ്റമില്ല കേട്ടോ, വെറും വ്യാജമാണ്. അതിർത്തി ജില്ലകളിലെ ജനസംഖ്യാ അനുപാതത്തിൽ മാറ്റം വരുന്നു എന്ന വാദം ഉന്നയിക്കുന്നതിലൂടെ ഒരു പ്രത്യേക ജനവിഭാഗത്തെ സംശയനിഴലിൽ നിർത്താനുള്ള കൃത്യമായ ആസൂത്രണമാണ് അണിയറയിൽ നടക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം എപ്രകാരമാണോ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്താൻ ലക്ഷ്യമിടുന്നത്, അതേ ലക്ഷ്യം തന്നെയാണ് ജനസംഖ്യാ വ്യതിയാന സമിതിയിലൂടെ ആഭ്യന്തര മന്ത്രാലയം ലാക്കാക്കുന്നതും. രാജ്യത്ത് ഭിന്നിപ്പിന്റെ വിത്തുകൾ പാകുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരേണ്ടതുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, പൗരത്വ ഭേദഗതി നിയമം എപ്രകാരമാണോ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്താൻ ലക്ഷ്യമിടുന്നത്, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ എന്നാ പറയുന്നത്, ഈ NRC ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക്, അല്ലെ CAA ഒക്കെ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് പുറത്താക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരന്റെ പേരൊന്ന് പറയാമോ? നമുക്കൊന്ന് അറിയാനെ കൊണ്ടാണ്. അപ്പം നമുക്ക് നോക്കാമല്ലോ അത് എന്തുകൊണ്ടാണ് അവർ പുറത്താക്കപ്പെടുന്നതെന്ന് നമുക്കും കൂടെ ഒന്ന് അറിയാമല്ലോ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് കുരുപൊട്ടി. അതായത് ഞാൻ പറഞ്ഞത് എന്താണ്, പാസ്പോർട്ട് ഇനി മുതൽ പൗരത്വ രേഖയിൽ എന്തോ പുതിയതായിട്ട് കേട്ട പോലെ ഇവിടെ കുറേ പേര് ഉറഞ്ഞതുള്ളുന്നുണ്ടല്ലോ. അന്നേ ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഇനി സെൻസസ് വരും, അതിനുശേഷം NRC നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയേ ഉള്ളൂ നമുക്കിവിടെ ഒരു നമ്മുടെ നാട്ടുകാർക്ക് പൗരത്വ രജിസ്ട്രേഷൻ, അതായത് ഒരു പൗരത്വ രേഖ എന്ന് പറഞ്ഞ സാധനം കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അല്ലാതെ കണ്ട് എങ്ങനെ കൊടുക്കാനാണ്? പോട്ടെ, BJPയുടെ സ്ഥാനത്ത് ഈ ഇതിനെ എതിർക്കുന്ന ആരെങ്കിലുമാണ്, പല പാർട്ടിക്കാരും എതിർക്കുന്നുണ്ടല്ലോ, ഇവരാണ് നമ്മുടെ കേന്ദ്രം ഭരിച്ചിരുന്നത് എന്നൊന്ന് വെച്ചേ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു പൗരത്വ രേഖ ഒരു പൗരന് കൊടുക്കുന്നതെന്നൊന്ന് പറയാമോ? എങ്ങനെയാണ്? അതായത് റേഷൻ കടയിൽ റേഷൻ കാർഡുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നാ പിടിയുടെ കൊച്ച നിന്റെ പൗരത്വ രേഖ എന്ന് പറഞ്ഞ് കൊടുക്കണോ? അതോ ഇനി KSEBയുടെ ബില്ലുമായിട്ട് ചെന്നാൽ കൊടുക്കണോ? ഇനി അതും അല്ലെങ്കിൽ ബീവറേജിൽ നിന്ന് ഫുള്ള് മേടിച്ചതിൻ്റെ ബില്ല് കൊണ്ട് കാണിച്ചാൽ മതിയോ പൗരത്വ രേഖ കൊടുക്കാനായിട്ട്? എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് NRC ഇവിടെ നടപ്പിലാക്കണം എന്ന് പറയുന്നത്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. മനസ്സിലായോ? നമ്മുടെ പൗരന്മാരാരാണെന്നുള്ളതിൻ്റെ ഒരു രേഖ ഇവിടെ വേണം. മനസ്സിലായോ? ആ രേഖകൾ പ്രകാരമുള്ളൂ നമുക്കിവിടെ ഒരു പൗരന് പൗരത്വ രേഖ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ നാട്ടിലില്ല. ഇല്ലാത്തടത്തോളം കാലം എങ്ങനെ കൊടുക്കാനാണ്? മുമ്പേ ചോദിച്ച പോലെ റേഷൻ കട വഴി ഇങ്ങനെ ചുമ്മാ കൊടുക്കണം, റേഷൻ കാർഡുമായിട്ട് അങ്ങോട്ട് ചെന്ന് കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ. അല്ലെങ്കിൽ ഇവിടെ കുറേ ആധാർ കാർഡൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ ലോക്കൽ പ്രസ്സിൽ നിന്ന് അടിച്ച കുറേ ആധാർ കാർഡുണ്ട്, അതൊന്നും വെരിഫൈ പോലും ചെയ്യാതെ ഇന്ന് എൻ്റെ ആധാർ കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ, കൊച്ചാ നിന്റെ ആധാർ കാർഡ് കൊള്ളാം, നല്ല സൂപ്പറാണ്, നല്ല അടിപൊളി പ്രിന്റിംഗ് ആണ്, ഇന്നാ നിന്റെ പിടിച്ചോ നിന്റെ പൗരത്വ രേഖ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കണോ? അങ്ങനെയാണോ കൊടുക്കേണ്ടത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരുടെയൊക്കെ ഭയം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ, ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞ് തോന്നിയാസം പോലെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് അങ്ങ് താമസിക്കാവോ?
നിങ്ങൾ താമസിച്ച ഉടനെ അവർക്ക് അങ്ങ് പൗരത്വം കൊടുക്കണം. എന്താണ് ഉദ്ദേശം? മനസ്സിലായില്ല. ഇവരൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ആൾക്കാരെല്ലാം, ഇതിനെ എതിർക്കുന്ന ആൾക്കാരെല്ലാം വേറെ ഏത് രാജ്യത്ത് ചെന്നാലും GCC രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവിടെ എന്തൊക്കെ കൊടുക്കണം, ഫിംഗർ പ്രിന്റ് വേണം, എടുത്തോ കാലിന്റെ ഫിംഗർ പ്രിന്റ് വേണം, എടുത്തോ ചന്തിയുടെ വേണം ഫിംഗർ പ്രിന്റ്, എല്ലാം എടുത്തോളാൻ പറയും. അതേസമയം നമ്മുടെ രാജ്യം ചോദിക്കുമ്പോൾ മാത്രം ഞങ്ങളൊന്നും തരത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് പൗരത്വ രജിസ്റ്റർ വേണം, അല്ല പൗരത്വ രേഖ വേണം, പക്ഷേ ഞങ്ങൾ NRC ഒന്നും നടപ്പിലാക്കാൻ സമ്മതിക്കത്തില്ല. ഇതെന്താന്ന് മനസ്സിലാകുന്നില്ല. ഇവരെന്താ ഈ ഉദ്ദേശിക്കുന്നത്? എന്നാൽ ഒരു ഐഡിയ പറഞ്ഞതാ, NRC വേണ്ട, സെൻസസ് വേണ്ട, CAA വേണ്ട, ഒന്നും വേണ്ട, നമ്മുടെ രാജ്യം സുരക്ഷിതമാകണം, പൗരന്മാർക്ക് ഒരു പൗരത്വ രേഖയും കൊടുക്കണം. നല്ലൊരു ഐഡിയ പറഞ്ഞു തന്നെ കേൾക്കട്ടെ.